Good morning, students. നമുക്ക് റേഷ്യോ ടെസ്റ്റിലെ മറ്റൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. സിഗ്മ k equal to 1 to infinity k raised to k by k factorial. ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം. ഈ പ്രോബ്ലം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫോർമുല നമ്മൾ +1 പഠിച്ചൊരു ഫോർമുലയാണ്. +1 പഠിച്ചൊരു ഫോർമുലയുണ്ട്. അത് ഏതാണത്? ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by x whole raised to x. 1 + 1 by x whole raised to x is equal to e. ഇത് +2 പഠിച്ചൊരു ഫോർമുലയാണ്. ഈ ഫോർമുല ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by x whole raised to x എന്ന് പറഞ്ഞാൽ e. നമ്മൾ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ എക്സിന്റെ സ്ഥാനത്ത് k വരും. k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by k whole raised to k എന്ന് വന്നാൽ നമുക്ക് എന്താ ആൻസർ എഴുതാം? e എന്ന് എഴുതാം. ഇയുടെ വാല്യൂ എന്താണ്? 2.071 എന്നാണ്. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കുന്നത്. എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന സീരീസ് സിഗ്മ k equal to 1 to infinity k raised to k by k factorial. അതിനെ നമ്മൾ സിഗ്മ uk എന്ന് എടുക്കുന്നു. അതിൽ നിന്ന് uk കണ്ടുപിടിക്കുന്നു. uk എന്താണ്? uk is equal to k raised to k by k factorial. uk +1 കണ്ടുപിടിക്കുക. uk +1 എന്താണ്? k + 1 whole raised to k + 1 divided by k + 1. k എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നു? k + 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ k + 1 whole raised to k + 1 divided by k + 1 factorial. ഇനി നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി uk + 1 by uk. ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മാർക്ക് ഉണ്ട്. ഫോർമുല നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി uk + 1 by uk. അപ്പൊ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി uk + 1 എന്താണ്? k + 1 whole raised to k + 1 divided by k + 1 factorial divided by uk എന്താണ്? k raised to k divided by k factorial. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k + 1 whole raised to k + 1 എങ്ങനെ എഴുതാം? k + 1 whole raised to k into k + 1. x raised to m + n നെ അങ്ങനെ എഴുതും നമ്മള് x raised to m into x raised to n. അപ്പൊ k + 1 whole raised to k + 1 നെ k + 1 whole raised to k into k + 1 by k + 1 factorial. k + 1 factorial എങ്ങനെ എഴുതാം? k factorial into k + 1 into k raised to ഈ k factorial ന്യൂമറേറ്റർ ഷിഫ്റ്റ് ചെയ്യും k divided by k raised to k. ഇനി നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ k + 1 ഉം k + 1 ഉം ക്യാൻസൽ ചെയ്യാം. k factorial ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് ടേംസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k + 1 whole raised to k divided by k raised to k. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k + 1 divided by k whole raised to k എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇവിടെ k + 1 by k കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 1 + 1 by k whole raised to k എന്ന് വരും. 1 + 1 by k whole raised to k എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് റോയുടെ വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by k whole raised to k എന്ന് കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by x whole raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? e ആണ്. ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്താണ്? k ആണ്. x ന്റെ സ്ഥാനത്ത് നമ്മൾ k കാണുമ്പോൾ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by k whole raised to k. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? e എന്ന് എഴുതാം. ഇയുടെ വാല്യൂ എത്രയാണ്? 2.071 എന്നാണ്. 2.071 ആണ്. അത് എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? സീരീസ് ഈസ് ഡൈവർജൻസ്. സീരീസ് ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ therefore sigma k equal to 1 to infinity k raised to k by k factorial is divergence. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ഈ ഒരു ഫോർമുല നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഈ ഫോർമുല ഏതാണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by x whole raised to x. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 + 1 by x whole raised to x എന്ന് പറഞ്ഞാൽ e ആണ്. ഇയുടെ വാല്യൂ 2.071 ആണ്. ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 1 + 1 by k whole raised to k നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ x ന്റെ സ്ഥാനത്ത് k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഫോർമുലയായിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് എഴുതാം? e എന്ന് എഴുതാം.
അപ്പോൾ 2.071 വരും. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്താണ്? ഡൈവർജന്റ് ആണ്. Therefore, given series sigma k equal to 1 to infinity k raised to k by k factorial is divergent. വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. പല പ്രാവശ്യം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1 / x ഹോൾ റേസ്ഡ് ടു x ഈക്വൽ ടു e. കേട്ടോ, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക.